ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 81-ാമത്തെ സങ്കീർത്തനമാണ്. ഇതൊരു ഉത്സവ ഗാനമാണ്. ദൈവത്തെ പാടി സ്തുതിക്കുവിൻ എന്നതാണ് സങ്കീർത്തകൻ പറയുന്നത്. ഒരു ഉത്സവ ആഹ്വാനമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. തീർത്ഥാടകരുടെ സമൂഹത്തിൻ്റെ ഒരു ആഘോഷവേള കൂടിയാണിത്. ഉത്സവ ആഘോഷവേളയാണ്. മഹോന്നതനായ ദൈവം ബലിപീഠത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ജനം ആർത്തു വിളിക്കുകയാണ്. കർത്താവിന് വലിയ സന്തോഷവും വലിയ ആഹ്ലാദ പ്രകടനങ്ങളും നടത്തുകയാണ് ഈ സമയത്ത്. ഈ സമയത്ത് കാഹളം മുഴക്കുകയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ദൈവമായ കർത്താവിന് ആനന്ദ കീർത്തനങ്ങൾ ആലപിച്ച് ആർപ്പ് വിളിക്കുകയാണ്. ഇസ്രായേലിനോട് ദൈവം നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് ഏക ദൈവമായിട്ടുള്ള കർത്താവിനെ ആരാധിക്കാനാണ്. എന്നാൽ പലപ്പോഴും ഇസ്രായേൽ ഇതിൽ നിന്നും പിന്മാറുകയും അവിശ്വസ്തത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാരണത്താൽ ദൈവം അവരെ ശിക്ഷിക്കുകയും മുഖംതിരിക്കുകയും ചെയ്തിരുന്നു. വിദൂരദേശങ്ങളിൽ നിന്നും വന്നിരുന്ന ആരാധക സമൂഹത്തോട് സങ്കീർത്തനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കാൻ ഏക കർത്താവായിട്ട് ദൈവത്തെ ഏറ്റുപറയാനാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, തീരുമാനിക്കാം. കർത്താവാണ് ഏക കർത്താവ്, അവിടുന്ന് മാത്രമാണ് ഏക രക്ഷകൻ. മറ്റൊരു ദൈവങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മറ്റൊരു കാര്യത്തിലും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നില്ല. ഈശോയെ, അങ്ങേ ഞങ്ങൾ ഏക കർത്താവായിട്ട് ഏക രക്ഷകനായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. മറ്റൊന്നിലും ഞങ്ങൾ ശരണപ്പെടുന്നില്ല. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.